ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിക്കുന്നത്. അല്ല നോർമലി ഒരെണ്ണമായിട്ട് ഇങ്ങനെ വാങ്ങിക്കും. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡിന്നർ കുക്കിംഗ് ആണ്. ഈസി ആയിട്ട് നമുക്കൊരു ഡിന്നർ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഈ ടോട്ടിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ ഇടയ്ക്കൊക്കെ ഇത് വാങ്ങിക്കുന്നേ ഇവിടെ. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ആദ്യം. വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കഴിച്ചില്ലെങ്കിൽ ഒരു മൂഡില്ല. ഇവിടെ ഇപ്പോൾ സ്കൂൾ അടച്ചേക്കുന്നതുകൊണ്ട് ഒരു മാസത്തേക്ക് അന്നു ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഫുഡ് ഇല്ലെങ്കിൽ അന്നു എന്നൊരു സമാധാനമില്ല. ഇന്ന് എന്തായാലും അവളും ഉണ്ട് എന്നോടൊപ്പം കുക്കിങ്ങിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അവൾക്കും കുക്ക് ചെയ്യാനും അടുക്കളയിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാനാണ് ഇപ്പോൾ സമ്മതിക്കാത്തത്. നമ്മൾ പെൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ എന്നും അടുക്കളയിലല്ലേ. അപ്പോൾ ഇപ്പോഴൊക്കെ അല്ലേ നമുക്ക് അവരെ ഒന്ന് ഫ്രീ ആയിട്ട് വിടാൻ പറ്റും. നമ്മുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പോൾ അവരെങ്കിലും നന്നായിട്ട് ഇപ്പം റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ചിക്കനാണ്. പക്ഷെ ഞാനത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ ഓർത്തില്ല, മറന്നുപോയി. അപ്പോൾ ഇച്ചിരി ഐസ് പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എണ്ണയിലിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മസാല ചേർത്തെടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് റൈസ് ഒന്ന് കോരിയെടുക്കാം നന്നായി കഴിയുമ്പോഴേ. ഇന്ന് നമ്മൾ ചോറും ചപ്പാത്തിയൊക്കെ അല്ല, അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ പൊടി ഐറ്റംസും എല്ലാം ചേർത്ത് ഉപ്പും ഇട്ട് അപ്പം നല്ലതായിട്ട് വന്നേ. ഇനിയിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം, റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റൈസ് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അന്നുണ്ട് എന്നെ കുക്ക് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അന്നുമാണ്. അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതായിരുന്നു? ഓ, പിന്നെ കേസ് ഇഷ്ടമല്ല, പിന്നെ ഇത് ഇഷ്ടമല്ല. ടോട്ടിലെയാണോ ഇത്? പ്രൈസ് അന്നൂന് നഗറ്റ്സും ടോട്ടിലയൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. KFC, അതിന് ചോറ്, ചപ്പാത്തി അതൊക്കെ വലിയ പാടായി ഇറങ്ങാൻ. അപ്പം നമ്മൾ വീക്കെൻഡ് അല്ലേ, അപ്പം ഇന്ന് വീക്കെൻഡ് ആയിട്ട്, ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണമല്ലോ, അതുണ്ടെങ്കിൽ ഒരു മൂഡില്ല. അപ്പോൾ ഇന്ന് ചോറൊക്കെ മാറ്റി ചപ്പാത്തിയൊക്കെ മാറ്റി ഒരു വെറൈറ്റിക്ക് നമ്മൾ ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നഗറ്റ്സ് കണ്ട് ഈ ഒരു ഇതെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. നഗറ്റ്സ് ഇതിനകത്ത് എത്ര പീസുണ്ട്? പീസിൻ്റെ കണക്കൊന്നും ഇല്ല. നോക്കട്ടെ, ഒരു മിനിറ്റ്. എത്ര പീസസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. ഓക്കെ, 9 പീസസ് ഉണ്ട്. പിന്നെ ഇത് ബ്രോക്കോളി, അത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് വന്നേട്ടോ, അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ജസ്റ്റ് കഴുകിയെടുത്താൽ മാത്രം മതി. ക്ലീൻ ആയിരുന്നു, നല്ല നീറ്റായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിക്കുന്നത്. അല്ല നോർമലി ഒരെണ്ണമായിട്ട് ഇങ്ങനെ വാങ്ങിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇത് അത്യാവശ്യം ഈസി ആയിട്ട് തോന്നും. പിന്നെ അങ്ങനെ പുഴുക്കുത്തൊന്നും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല ക്ലീൻ ആയിരുന്നു, നല്ല ഭംഗിയില്ലേ. നൈസായിട്ട് അവർ അടുക്കി വെച്ചിരുന്നു. അതിങ്ങനെ ചെറിയൊരു ട്രീയുടെ കൂട്ട് അല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടതാ, ഇതുപോലെ അടുക്കി വെച്ചിരുന്നായിരുന്നു. കുറച്ചുണ്ടായിരുന്നു, കുറച്ചെടുത്ത് കുക്ക് ചെയ്തു, ബാക്കിയായിരുന്നു. ഭംഗിയുണ്ടല്ലേ. റൈസ് ഓൾമോസ്റ്റ് റെഡിയായി, നല്ല ക്രിസ്പി ആയി. വേണ്ട
രണ്ടും കൂടെ ഒന്നിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണേ. നെക്സ്റ്റ് ഈ നഗറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. പെട്ടെന്നാവും, അങ്ങോട്ട് ഇട്ട് ഒറ്റ ട്രിപ്പിനുള്ളതേ ഉള്ളൂ. ടൊമാറ്റോ സോസ് കുറച്ച് വെജിറ്റബിൾസ് ആണ്, ബ്രൊക്കോളിയും ക്യാരറ്റും. ചീസാണ്. ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ബാക്കിയും കൂടെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് വരാവേ. നമുക്കൊന്ന് ചീസ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഓവനകത്ത് വെക്കുകയാണേ. സോ ഇത്രയാണ് ഡിന്നർ, ഇന്നത്തെ ഡിന്നർ നമ്മൾ പ്ലേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് കേട്ടോ. റാപ്പ്, നഗറ്റ്സ്, ചിപ്സ്, ക്യാരറ്റ് ആൻഡ് ബ്രോക്കോളി. അപ്പോൾ ഇത് കഴിച്ചിട്ട് വരാം. Nona? Ponuse? പൊന്നു അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞു, എണ്ണീറ്റു, ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ഇവിടുത്തെ കുഞ്ഞാ.